ബീഫ് ഫ്രൈ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ബീഫ് കറി ആണെങ്കിൽ വെച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് കുറേ പേരുടെ കമൻസ് ആയിരുന്നേ. ഞാൻ ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. ഡയറ്റിങ് ചെയ്യുന്നവരൊന്നും ഈ സംഭവം ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. ഈ ബീഫ് കറി തിളയ്ക്കുമ്പോൾ തന്നെ എല്ലാവരും കിച്ചണിലോട്ട് ഓടി വരും. എന്നിട്ട് ഡയറ്റിങ് അങ്ങ് ക്യാൻസൽ ചെയ്യും. ബീഫ്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സബോള, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാലയും വെളിച്ചെണ്ണയും ഉപ്പൂട്ട് നന്നായിട്ടങ്ങ് തിരുമ്മിക്കോട്ടോ. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. സബോളയും തക്കാളിയും പച്ചമുളക് ഇട്ട് കുക്കറിൻ്റെ അടിഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചോട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുവേ. ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് സൈസ് വ്യത്യാസമായിട്ട് കിടക്കണുണ്ടോ, അതൊരു സംഭവം ചെയ്യാനാണേ, അവസാനം പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ബീഫ് ഉരുളക്കിഴങ്ങ് മാരിനേറ്റ് ചെയ്ത് ആ സബോളയുടെ മുകളിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് 2 വിസിലങ്ങ് വെക്കുക. 2 വിസിൽ മതി കേട്ടോ ഇവിടുത്തെ ബീഫൊക്കെ വേവാൻ. ചെറിയ തീയിലങ്ങ് വേവട്ടെ അല്ലേ. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുത്താലോ. അങ്ങനെ ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയമ്മേ ഒരു 4 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ചതച്ച് വെച്ചേക്കണ ഐറ്റം കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പേ പൊടികളങ്ങ് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് കുക്കറൊക്കെ തുറന്ന് നോക്കാം, സംഭവം റെഡി ആയിട്ടുണ്ടോ നോക്കണ്ടേ. സബോളയുടെയും തക്കാളിയുടെയും ഒരു പൊടി പോലും ഇല്ല കേട്ടോ, അതെല്ലാം മെൽറ്റായിപ്പോയി. ആ ഒരു ഗ്രേവിയാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ മൂപ്പിച്ച മസാലയിൽ ഒരു 15 മിനിറ്റ് കറി ഒന്ന് വെന്തോട്ടെ. ഈ ബീഫ് കറിക്ക് പേരൊന്നുമില്ല കേട്ടോ, എന്ന് എഴുതി കഥയില്ലാണ്ടിരിക്കണമെന്നില്ലല്ലോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ചേച്ചി കുറച്ച് വെള്ളം തരുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു കടയിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, അതും നടന്നൊക്കെ പോകണം. ഇന്നത്തെ പോലെ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് ചുമന്ന് വരുമ്പോൾ ആവശ്യതയാവും. എല്ലാവരും വീട്ടിലായാലും ചേച്ചി വെള്ളം തരുമെന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ കഥാനായകന് ഒരു 12 വയസ്സുണ്ടായിരുന്ന സമയത്താട്ടോ സംഭവം നടക്കണേ. ചെറുക്കൻ കടയിൽ പോയതാ. കടയിൽ പോയി വന്ന വഴിക്ക് ഒരു വീട്ടിൽ നിന്നാണ് ബീഫ് കറിയുടെ അവൻ്റെ മൂക്കിലോട്ട് അടിച്ചത്. ചെറുക്കൻ ആ വീട്ടിലുള്ളവരൊക്കെ അറിയാം, പക്ഷെ എങ്ങനെ കയറി ചെല്ലും. അങ്ങനെ അവന് ഒരു ഐഡിയ തോന്നി, കുറച്ച് വെള്ളം ചോദിച്ചു ചെല്ലാം. അങ്ങനെ അവിടുത്തെ ചേച്ചീനെ വിളി തുടങ്ങി. ചേച്ചി കുറച്ച് വെള്ളം തരുമോ. ചേച്ചി വെള്ളം കൊണ്ട് മുന്നിലോട്ട് വന്നപ്പോൾ ചെറുക്കൻ്റെ മുഖം കണ്ടപ്പോൾ ചേച്ചിക്ക് വിഷമായി. ഒന്നും കഴിക്കാത്ത പോലെ ഇരിക്കായിരുന്നു ചെറുക്കൻ. ചേച്ചി ചോദിച്ചു, എടാ മണി 3 ആയില്ലേ, നീ വല്ലതും കഴിച്ചാ. ചെറുക്കൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഇതെല്ലാം കൊണ്ടുവച്ച് ഉണ്ടാക്കിയിട്ട് വേണം വല്ലതും കഴിക്കാൻ. ചേച്ചി ഒന്നും നോക്കിയിട്ടാ ഓടിപ്പോയിട്ട് കുറച്ച് ചോറും ബീഫ് കറിയും കൊടുത്തു. കഴിച്ചു കഴിഞ്ഞപ്പോൾ പാവം ചെറുക്കൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. പയ്യൻ വലുതായെങ്കിലും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ രുചി മാറാതെ നിൽക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ, നമ്മുടെ കേരളത്തിൽ ആ ബീഫ് കറി ഇപ്പോഴും ഒരു ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട്. ആ ഹോട്ടൽ വേണമെങ്കിൽ ഫുഡ് ബ്ലോഗർമാർ കണ്ടുപിടിക്കട്ടെ അല്ലേ. കുറച്ച് ഉരുളക്കിഴങ്ങ് വലുപ്പം കൂട്ടിയിട്ടുണ്ടായല്ലോ, അതെന്തിനാന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ പറഞ്ഞുതരാം കേട്ടോ.